നമസ്കാരം. ലോകത്തെ വിറപ്പിക്കുന്ന ഭരണാധികാരിയായിട്ടും ഭാര്യയുടെ തല്ലുകൊള്ളാനാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിൻ്റെ വരവിധി. അധ്യാപകർ തല്ലിയാൽ സഹിക്കാം, തന്നേക്കാൾ ഇരട്ടി പ്രായമുള്ള തല്ലിയാലും സഹിക്കാം. എന്നാൽ തൻ്റെ ഭാര്യ തൻ്റെ അധ്യാപികയായിരുന്ന തന്നേക്കാൾ ഒരു 1/4 നൂറ്റാണ്ടിൻ്റെ പ്രായക്കൂടുതലുള്ള ആളായതിനാൽ കിട്ടിയത് ഏറ്റുവാങ്ങി മിണ്ടാതെ മുഷ്ടി ചുരുട്ടി അതങ്ങ് സഹിക്കുകയാണ് ഇമ്മാനുവൽ മാക്രോൺ. എന്തായാലും ഭാര്യയുടെ കയ്യിൽ നിന്നും നല്ല ചൂടോടെ തല്ലുകൊള്ളുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് വീഡിയോയാണ് ഇപ്പോൾ ലോകത്തെമ്പാടും വൈറലായിരിക്കുന്നത്. വിയറ്റ്നാമിൽ സന്ദർശനത്തിനെത്തിയ വഴിയായിരുന്നു മാക്രോണിൻ്റെ ഭാര്യയുടെ ആ തല്ല് കിട്ടിയത്. ആ അടി കിട്ടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ റഷ്യൻ മാധ്യമങ്ങൾ അതെടുത്ത് വൈറലാക്കി. വലത് പ്രതിപക്ഷം ഫ്രാൻസിലും അത് പാട്ടാക്കി. കിട്ടിയത് നല്ല അടി തന്നെയാണോ എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വരുന്ന ചോദ്യം. വിയറ്റ്നാം തലസ്ഥാനമായ ഹാനോയ് വിമാനത്താവളത്തിൽ ഞായറാഴ്ച വൈകുന്നേരമാണ് മാക്രോണും ഭാര്യയും വിമാനമിറങ്ങിയത്. ഫ്രഞ്ച് എയർഫോഴ്സ് ഫണ്ട് ഡോർ തുറന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ കിട്ടിയ ഒറ്റയടി. ഏതാനും സെക്കൻഡുകൾ മാത്രമുള്ള വീഡിയോയിൽ കൈകൾ ആരുടേതെന്ന് അടി കിട്ടിയ സമയത്ത് വ്യക്തമല്ല. എന്നാൽ ആ കൈ ഒരു ചുവന്ന വസ്ത്രം ധരിച്ച വനിതയുടേതായിരുന്നു. മാക്രോൺ പുറത്തിറങ്ങിയപ്പോൾ തൊട്ട് പിന്നാലെ ഉണ്ടായിരുന്ന ഭാര്യ ബ്രിജിറ്റ് ധരിച്ചിരുന്നതും അതേ ചുവന്ന വസ്ത്രം. അടി കിട്ടിയതിൻ്റെ അമ്പരപ്പ് മാക്രോണിൻ്റെ മുഖത്ത് വ്യക്തമായിരുന്നു. പിന്നാലെ താഴെയുള്ളവരെ നോക്കി പുഞ്ചിരിച്ച് അഭിവാദ്യം ചെയ്യാനും മാക്രോൺ മറന്നില്ല. ഇരുവരും ഒരുമിച്ച് തന്നെയാണ് വിമാനത്തിൽ നിന്നും ടാർമാർക്കിലേക്ക് എത്തിയത്. പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ മാക്രോൺ ആകട്ടെ അരിശമൊക്കെ മുഷ്ടി ചുരുട്ടി നടന്ന് കടിച്ചമർത്തി പോകുന്നതും കാണാം. ഈ അടിക്ക് പിന്നിൽ ഏവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അപൂർവ പ്രണയത്തിൻ്റെ 1/4 നൂറ്റാണ്ട് വയസ്സിൻ്റെ വ്യത്യാസത്തിലെ അന്ന് കൊള്ളക്കമുണ്ടാക്കിയൊരു വിവാഹത്തിൻ്റെ ചരിത്രമുണ്ട്. ഫ്രഞ്ച് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായി ഇമ്മാനുവൽ മാക്രോൺ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ കൂടുതൽ കൊണ്ടായിരുന്നു ഭാര്യ ബ്രിജിറ്റ് ലോകശ്രദ്ധ നേടിയത്. രണ്ടുപേർക്കുമിടയിലുള്ളത് 1/4 നൂറ്റാണ്ടിൻ്റെ പ്രായവ്യത്യാസം. ഇപ്പോൾ ബ്രിജിറ്റിന് 72 വയസ്സ്, മാക്രോണിന് 47. 10ാം തരത്തിൽ പഠിക്കുമ്പോഴാണ് മാക്രോൺ ബ്രിജിറ്റിനെ ആദ്യമായി കാണുന്നത്, ഫ്രഞ്ച് സാഹിത്യവും ചരിത്രം പഠിപ്പിക്കുന്ന തൻ്റെ അധ്യാപികയായിട്ട്. അന്ന് അവർ വിവാഹിതയാണ്, 3 മക്കളുടെ അമ്മയും. പിൽക്കാലത്ത് എല്ലാം മാറ്റിമറിച്ച പ്രണയം, അതാണ് ഒടുവിൽ സംഭവിച്ചത്. ബ്രിജിറ്റ് എന്ന അധ്യാപിക ഇമ്മാനുവൽ മാക്രോൺ എന്ന വിദ്യാർത്ഥിയെ കാണുമ്പോൾ മാക്രോണിൻ്റെ വയസ്സ് വെറും 15. യാഥാസ്ഥിതിക വിശ്വാസങ്ങൾ പിന്തുടരുന്ന ഒരു ജെസ്യൂട്ട് സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു അന്ന് മാക്രോൺ. ലാറ്റിനും ഫ്രഞ്ച് നാടകവും പഠിപ്പിക്കുന്ന അധ്യാപികയായി അവിടെ വന്നത് ബ്രിജിറ്റും. ബ്രിജിറ്റിൻ്റെ ഒരു മകൾക്ക് മാക്രോണിൻ്റെ അതേ പ്രായം. ഇരുവരും ഒരു ക്ലാസ് മുറിയിൽ നിന്ന് പഠിച്ചു. പക്ഷേ അന്നൊന്നും ആ കുട്ടി പ്രതീക്ഷിച്ചില്ല ഈ സഹപാഠി ഒരിക്കൽ തൻ്റെ 2ാം അച്ഛനാകുമെന്ന്. അങ്ങനെയും സംഭവിച്ചു. അപ്രതീക്ഷിതമായ പ്രണയത്തിലേക്ക് വഴി തുറന്നത് ചെക്കോസ്ലോവാക്യൻ എഴുത്തുകാരൻ മിലിൻ കുന്ദേരയുടെ ഒരു നാടകമാണ്. അതിൻ്റെ പ്രധാന വേഷം കൈകാര്യം ചെയ്തത് മാക്രോൺ. അധ്യാപികയായ ബ്രിജിറ്റ് പരിശീലകയും. അങ്ങനെ അധ്യാപികയും വിദ്യാർത്ഥിയും മണിക്കൂറുകളോളം നാടക ചർച്ചകളിൽ മുഴുകി അടുപ്പം വേർപിരിയാനാകാത്ത സൗഹൃദത്തിലേക്കും പ്രണയത്തിലേക്കും മാറി. പിന്നീട് ബ്രിജിറ്റ് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയെങ്കിലും ഈ മാക്രോണിനെ നിരുത്സാഹപ്പെടുത്താൻ പല വഴി നോക്കി, സ്കൂൾ മാറ്റി നോക്കി. പക്ഷേ ബ്രിജിറ്റിനുള്ള പ്രണയം മാക്രോൺ ഉപേക്ഷിച്ചില്ല, മനസ്സിൽ കൊണ്ടു നടന്നു. ഒടുവിൽ 2 വർഷത്തിന് ശേഷം 17ാം വയസ്സിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മാക്രോൺ തൻ്റെ പ്രണയം ലോകത്തോട് തുറന്നു പറഞ്ഞു. ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും താനീ അധ്യാപികയെ തന്നെ വിവാഹം കഴിക്കുമെന്ന് മാക്രോൺ പറഞ്ഞു. ഒടുവിൽ 2007 ആ വിവാഹം യാഥാർത്ഥ്യമായി. അപ്പോഴേക്കും ബ്രിജിറ്റ് തൻ്റെ 3 കുട്ടികളുടെ അച്ഛനായ ലൂയി അസിയറിൽ നിന്നും വിവാഹമോചനവും മാക്രോണിന് വേണ്ടി വാങ്ങിവെച്ചിരുന്നു. പിന്നെ മാക്രോണിന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് റാലികളിൽ ബ്രിജിറ്റ് സജീവമായി തന്നെ പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ എല്ലാ പരീക്ഷണങ്ങളും അതിജീവിച്ച് ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് പദം വരെ എത്തിയ മാക്രോണിന് ഈ ഒരു തല്ലൊക്കെ വെറും നിസ്സാരം.